കല്യാണമൊക്കെ കഴിഞ്ഞു വന്ന സമയത്ത് എന്നുള്ളൊരു പ്രശ്നമായിരുന്നു. രാവിലെ എന്താ കഴിക്കാൻ വെക്കുക, വൈകിട്ട് എന്താ കഴിക്കാൻ വെക്കുക എന്നുള്ളതൊക്കെ. പക്ഷെ ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി. അക്കൂട്ടത്തിൽ രാത്രി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കോംപ്രമൈസും ഇല്ല. രാത്രി നമ്മൾ ചപ്പാത്തിയും കറിയും തന്നെയാണ് കുറെ നാളുകളായിട്ട്. പക്ഷെ ഇന്ന് എന്തുകൊണ്ടൊരു വെറൈറ്റി ആയിക്കൂടെ? എന്താണെങ്കിലും മഴയായിട്ട് അവധിയൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുകയാണ്. അത് മാത്രമല്ല, നല്ല മഴയായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം അടുക്കളയിൽ നിന്ന് ചെയ്യാൻ വയ്യ. ചപ്പാത്തിക്കും കറക്കും മെനക്കെടണം എന്നുള്ളതുകൊണ്ട് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വെറും റൈസ് അല്ല, പുലാവാണ് ഉണ്ടാക്കുന്നത്. പ്ലാനിലില്ലാതിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൈ കിട്ടിയ പച്ചക്കറികളൊക്കെ കൂടി വെട്ടി എറിഞ്ഞിടാം. നിക്ക് അതിന് മുൻപേ കുറച്ച് അരി കഴുകി എടുത്ത് നല്ലോണം കുതിരാൻ വെക്കുക. കുതിർക്കാൻ വെക്കാന്നല്ലേ? എന്തായാലും കുറച്ചേരം വെള്ളത്തിലിട്ട് വെച്ചോ. പാൻ ചൂടായി വെളിച്ചെണ്ണ നെയ്യ് ഒഴിച്ച ശേഷം പണ്ടത്തെ ഒരു സമ്പ്രദായമില്ലേ, അതനുസരിച്ചിട്ട് പട്ട, ഗ്രാമ്പൂ, കരയാമ്പൂ, ഏലക്കായി വീട്ട് കൊടുക്കുക. ഒരു സവാള അരിഞ്ഞിട്ട് കൊടുക്കുക. ഇത് നല്ലോണം മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്ക് അത് തിളച്ച് വരുമ്പോഴേക്കും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് വേവിക്കുക. വേവിച്ച ശേഷം പിന്നെയും കുക്ക് ചെയ്യാൻ നിൽക്കുന്ന പ്രാന്താണ്. അതുകൊണ്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഫാൻ്റെ അടിയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നന്നായിട്ടിരിക്കും. വീണ്ടും പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിനകത്ത് നെയ്യ് ഒഴിച്ച് കാഷ്യൂസ് ആഡ് ചെയ്ത് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് പെപ്പർ പൗഡറും സോൾട്ടും ആഡ് ചെയ്ത് റൈസും മിക്സ് ചെയ്ത് സാലഡ്സിന്റെ കൂടെ പപ്പടത്തിന്റെ കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കാം.